വീണ്ടും കണ്ടതിൽ സന്തോഷം. ജീവാസ് ട്രാവറയുടെ ഇന്നത്തെ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡായ ലണ്ടൻ ബ്രിഡ്ജ് എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. ആ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം ഹൈസ് ഗാലറിയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഹൈസ് ഗാലറിയുടെ കൂടുതൽ വിശേഷങ്ങളുമായി ഇന്ന് നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒരിക്കൽ ഇതൊരു വലിയ ചരക്ക് ഗോഡൗണായിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു സാധാരണ ബിൽഡിംഗ് പോലെ തോന്നും. പക്ഷേ ഉള്ളിലേക്ക് വന്നാൽ ഒരു വേറിട്ട ഫീലാണ്. ഇത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് നോക്കിക്കേ, എന്ത് ഭംഗിയായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് അല്ലേ? പണ്ട് തേംസ് നദി വഴി വന്ന തേയിലയും മറ്റു സാധനങ്ങളും സൂക്ഷിച്ചിരുന്നത് ഇവിടെയാണ്. ലണ്ടൻ്റെ വളർച്ചയ്ക്ക് തേംസ് നദിക്ക് നല്ല പങ്കുണ്ടെന്ന് പറയാൻ കാരണം ഇതൊക്കെയാണ്. ഇതേ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നടുവിൽ കാണുന്ന ഈ ഒരു വലിയ രൂപം കണ്ടോ? ഒരു കപ്പൽ പോലെ തോന്നുന്നുണ്ടല്ലേ? ശരിയാണ്, ഞാനും ആദ്യം കരുതത് ഏതോ പഴയ ബോട്ടോ മറ്റോ ആയിരിക്കുമെന്നാണ്. പക്ഷേ ഇതൊരു ശില്പമാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഇത് ദ നാവിഗേറ്റർ എന്ന പേരുള്ള ഒരു ശില്പമാണ്. ലണ്ടൻ്റെ ട്രേഡ് ഹിസ്റ്ററിയും ലിവർ കൾച്ചറും റെപ്രസെൻ്റ് ചെയ്യാനാണ് ഇത് വെച്ചിരിക്കുന്നത്. ഈ മേൽക്കൂര നോക്കൂ, മുഴുവൻ ഗ്ലാസ്സാണ്. പകൽ വെളിച്ചം മുഴുവൻ അകത്തേക്ക് വരും. ഈ പഴയ ചുവന്ന ഇഷ്ടിക ചുവരുകളൊക്കെ ഇന്നും അതേപടി സൂക്ഷിച്ചിരിക്കുന്നു. പക്ഷേ അകത്ത ഭാഗം ഇന്ന് കടകളും ഭക്ഷണശാലകളുമായി മാറിയിരിക്കുന്നു. ആഹാ, ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകൾ റീൽസ് എടുക്കുന്നുണ്ട്. കണ്ടിട്ട് ചൈനീസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഡാൻസ് കൊള്ളാം. ആ ഡാൻസ് കണ്ടു എന്ന് സമയം കളയാതെ ഞാൻ അവിടുന്ന് ടവർ ബ്രിഡ്ജ് ലക്ഷ്യമാക്കി നീങ്ങി. അപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു മൂലയിൽ 2 പേര് ടവർ ബ്രിഡ്ജിനെ നോക്കി ചിത്രം വരക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഓ, അവിടെയും അവരുടെ കലാപരിപാടികൾ തുടരുന്നുണ്ട് കേട്ടോ. അവരെ കൂടുതൽ ശല്യപ്പെടുത്താതെ ഞാൻ ഇറങ്ങി. ഇത് ഞാൻ മുന്നേ കാണിച്ച വാർഷിപ്പാണ് കേട്ടോ. HMS ബെൽഫാസ്റ്റാണിത്. ഇത് അടുത്തു നിന്ന് കാണാൻ തന്നെ ഒരു രസമാണ്. സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ബ്രിട്ടീഷ് നേവി ഉപയോഗിച്ചിരുന്ന യുദ്ധക്കപ്പലാണിത്. കടലിൽ 1 മാസം വരെ കഴിയാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഒരിക്കലൊരു യുദ്ധഭൂമിയായിരുന്നു ഈ കപ്പൽ. ഇന്ന് ഇതൊരു സാധാരണ മ്യൂസിയമായി മാറിയിരിക്കുന്നു. ഈ ടവർ ബ്രിഡ്ജിൽ ഞാൻ മുന്നേ ഒരു ഫോട്ടോഷൂട്ടിനായി വന്നിട്ടുണ്ടായിരുന്നു. കൈരളി UK ഒരു പ്രോഗ്രാമിന് ഗസൽ ഗായകനായ അലോഷി ചേട്ടൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാനായി വന്നിരുന്നു. പുള്ളിക്ക് ഫോട്ടോസൊക്കെ ഇഷ്ടമായി. ഇനി ഇതുവഴി നമുക്ക് മുകളിലേക്ക് കയറാം. ലണ്ടനിലെ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ പാലം 1894 കംപ്ലീറ്റഡ് ആയത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിനു പിറകിൽ എത്ര പേരുടെ എത്ര ദിവസത്തെ കഠിനാധ്വാനം കാണും. ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വലിയ കപ്പലുകൾക്ക് പോകാനായി ഈ പാലത്തിൻ്റെ നടുഭാഗം 2 ഭാഗമായിട്ട് ഉയരും. ശേഷം സാധാരണ പോലെ റോഡ് ഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഗോത്തിക് സ്റ്റൈൽ ടവർ ഡിസൈനിലാണ്. എന്താണ് ഈ ഗോത്തിക് സ്റ്റൈൽ എന്നല്ലേ? ഗോത്തിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് മധ്യകാല യൂറോപ്യൻ കെട്ടിട ശൈലിയാണ്. ഇത് സാധാരണയായി കാണുന്നത് പഴയ പള്ളികളിലും കൊട്ടാരങ്ങളിലും മറ്റുമാണ്. ഇത് കെട്ടിടങ്ങൾക്ക് ഒരു റോയൽ ഫീൽ തരും. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ടവർ ബ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക്
ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ മുകളിലെ ഗ്ലാസ് വാക്ക് വേയിൽ നിന്ന് താഴെ റോഡും റിവറും ഒക്കെ കാണാൻ പറ്റും. കൂടാതെ പഴയ എഞ്ചിൻ റൂം കാണാം. ഈ ബ്രിഡ്ജ് എങ്ങനെ തുറക്കുന്നു എന്നവിടെ എക്സ്പ്ലെയിൻ ചെയ്തുമുണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററിയിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ കാണുന്നതാണ് സിറ്റി ഓഫ് ലണ്ടൻ കോർപ്പറേഷൻ്റെ ചിഹ്നം. മഴയിലും ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. നേരം ഇരുട്ടി തുടങ്ങിയതോടെ ഇവിടെയുള്ള ലൈറ്റുകൾ ഓരോന്നായി ഓണായി തുടങ്ങി. അപ്പോഴാണ് സമയം നേരെ വൈകിയെന്ന് ഞാൻ അറിയുന്നത്. എന്ത് മനോഹരമാണെന്നോ ഓരോ ആർച്ചുകളും കാണാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാനേ തോന്നില്ലായിരുന്നു. വല്ലാത്തൊരു പോസിറ്റീവ് വൈബായിരുന്നു ഇവിടെ. രാത്രി കാഴ്ചയിലും ഈ മനോഹരമായ നിർമ്മിതി പ്രൗഢിയോടെ ലണ്ടനിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്നു. ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അതിനു മുമ്പ് ഇവിടെയൊന്നും ദൂരെ നോക്കിയാൽ കാണുന്ന ടവറില്ലേ, അതാണ് ഷാർഡ് ടവർ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ലണ്ടൻ ബോറോ മാർക്കറ്റും ഈ ഷാർഡ് ടവറും നമുക്ക് വിശദമായി പരിചയപ്പെടാം. എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ കാണുമെന്ന വിശ്വാസത്തോടെ സീ യു സൂൺ. ബൈ. താങ്ക് യു.